ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 മെയ് മാസം 2-ാം തീയതി, മേടമാസം 19-ാം തീയതി വെള്ളിയാഴ്ച. സമയം രാവിലെ 6 മണി. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ സ്വർണ്ണവിലയിൽ വൻ തകർച്ച സംഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞപ്പോഴും മാറ്റമില്ലാതെ തുടർന്ന കേരളത്തിലെ സ്വർണ്ണവില ഇന്നലെ പവന് 1640 രൂപയും ഗ്രാമിന് 205 രൂപയുമാണ് കുറഞ്ഞത്. അക്ഷയ തൃതീയ ദിനത്തിൽ കേരളത്തിലെ സ്വർണ്ണ വ്യാപാര സംഘടനകൾ പല വിലകളാണ് ഈടാക്കിയത്. ഇത് ജനങ്ങൾക്കിടയിൽ ആക്ഷേപത്തിന് ഇടയാക്കിയിരുന്നു. ഭൂരിഭാഗം ജ്വല്ലറികളിലും മാറ്റമില്ലാതെ തുടർന്നതിന് ശേഷമാണ് വൻവില തകർച്ച ഉണ്ടായത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ $3300 പിന്നിട്ട് ഉയർന്ന സ്വർണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാര്യമായ ശല്യങ്ങളില്ലാതെ തുടർന്നതിന് ശേഷം ഇപ്പോൾ വൻ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ട് $3200 പരിധിയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തും വില തകർച്ചയ്ക്ക് ഇടയാക്കിയേക്കാം. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $3216. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9572 രൂപ, 1 പവൻ 76,551 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7179 രൂപ, 1 പവൻ 57,436 രൂപ. സംസ്ഥാനത്ത് നിന്ന് 916 സ്വർണ്ണവില 1 ഗ്രാം 8,775 രൂപ, 1 പവൻ 70,200 രൂപ. ഇന്ന് രാവിലെ വെള്ളിവില 1 ഗ്രാം 107 രൂപ, 1 കിലോ 1,07,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്